ആണ്ടുവട്ടം 20-ാം ഞായർ. ഇന്നത്തെ ഒന്നാം വായനയുടെ അവസാനം ഇങ്ങനെ പറയുന്നതായി നാം കാണുന്നു: ജ്ഞാനം ഒരുവനെ ഭോഷത്വം വെടിഞ്ഞ് ജീവിക്കുവാനും അറിവിൻ്റെ പാതയിൽ സഞ്ചരിക്കുവാനും പഠിപ്പിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ ക്രിസ്തുവാകുന്ന ജ്ഞാനം ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. അവിടുന്ന് ഇങ്ങനെ പറയുന്നു: ഞാനാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ അപ്പം. എന്നെ ഭക്ഷിക്കുന്നവന് നിത്യജീവനുണ്ട് എന്ന് പറയുമ്പോൾ ഭോഷന്മാരായ ജനം തർക്കിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. 3 വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിൽ പ്യൂ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കത്തോലിക്കക്കാർക്കിടയിൽ ഒരു സർവ്വേ നടത്തുകയുണ്ടായി. അതിലെ ചോദ്യം ഇങ്ങനെയായിരുന്നു: ദിവ്യബലിയിൽ ശരിക്കും അപ്പവും വീഞ്ഞും യേശുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമാകുന്നു എന്നായിരുന്നു. എന്നാൽ അതിൽ പങ്കെടുത്ത കത്തോലിക്കക്കാരിൽ 60% പേരും പറഞ്ഞത് യേശുവിൻ്റെ തിരുശരീരവും തിരുരക്തവും എന്നത് വെറും സിംബോളിക് മാത്രമാണെന്നാണ്. എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിൽ യേശു വ്യക്തമായി പറഞ്ഞു വയ്ക്കുന്നു: നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. യഹൂദരുടെ വിശ്വാസമനുസരിച്ച് മനുഷ്യജീവൻ നിലനിർത്തുന്നത് മനുഷ്യ ശരീരത്തിലെ രക്തമാണ്. ഇവിടെ രക്തമില്ലേ, അവന് ജീവനില്ല. ക്രിസ്തു തൻ്റെ തിരുശരീരവും തിരുരക്തവും നമുക്ക് നൽകുന്നത് വഴി അവിടുന്ന് നമ്മുടെ ആത്മാവിനെ ജീവന്റെ നിത്യതയിലേക്ക് ക്ഷണിക്കുന്നു. ഇവിടെ ക്രിസ്തു തൻ്റെ ശരീരവും രക്തവും നമുക്ക് നൽകുന്നത് വഴി ക്രിസ്തു നമ്മുടെ ആത്മാവിൻ്റെ ജീവനെ നിത്യതയിലേക്ക് ക്ഷണിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും നമ്മൾ പ്രവേശിക്കുന്നത് വഴി നമ്മുടെ ഭൗതിക ജീവിതം മാത്രമല്ല, നമ്മുടെ ആത്മീയ ജീവനും ക്രിസ്തുവിൽ ഒന്നായിത്തീരും. ഓരോ ദിവസവും ക്രിസ്തുവിൻ്റെ അൾത്താരയ്ക്ക് മുന്നിൽ ഒരുമിച്ച് കൂടുന്നത് യേശു നൽകുന്ന നിത്യതയിലേക്ക് പങ്കുചേരുവാനാണ്. പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്നും നൽകിയ ആ മന്ന എന്ന അപ്പം അന്ന് അവരുടെ ഭൗതിക വിശപ്പടക്കിയെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും പാനം ചെയ്യുന്നത് വഴി നമ്മുടെ ആത്മീയ വിശപ്പിന് ശമനം മാത്രമുണ്ടാവുകയല്ല, നാം എല്ലാം ക്രിസ്തുവിൽ ഒന്നായി ചേരുകയാണ്. ഓരോ കുർബാനയും നമ്മെ ക്ഷണിക്കുന്നത് ക്രിസ്തുവിൽ ഒന്നാകുവാനാണ്. അതിനാൽ ഓരോ ദിവ്യബലിയിലും നമുക്ക് പ്രാർത്ഥിക്കാം: അന്ന് പിതാവ് ഇസ്രായേൽ ജനത്തിന് മന്ന നൽകിയതുപോലെ എന്നും ഞങ്ങൾക്ക് ക്രിസ്തുവിനെ നൽകണമേ എന്ന്. ആമേൻ.